അങ്ങനെ 3-4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ആകെ ശ്രദ്ധിക്കാതെ പോയ ടാങ്കുകളൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്യാനുള്ള ശ്രമമാണ്. കണ്ടോ, ഈ റൂം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതിനുള്ള മുമ്പത്തുള്ള വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ആ ടാങ്കുകളൊക്കെ ഇപ്പോൾ കാലിയാണ്. എല്ലാം മാറാമ്പലൊക്കെ പിടിച്ചു. മീനുകളുണ്ട് കുറച്ചൊക്കെ, പക്ഷെ ആകെ നാശമായി കിടക്കുകയാണ്. അപ്പം ഞങ്ങളതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പം എൻ്റെ ഒപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ കൂടിയിരിക്കുന്ന എൻ്റെ പെങ്ങളുടെ കുട്ടികളോടെയും വന്നിട്ടുണ്ട്. ഈ കാണുന്നത് എൻ്റെ പെങ്ങളുടെ മൂത്ത മോനാണ്. അവനോടും എന്നെ സഹായിക്കാൻ കൂടിയിട്ടുണ്ട്. എന്താ വെള്ളം കണ്ടപ്പോൾ അപ്പോൾ ഏറ്റവും ഇളയ ഒരു ടിൻസ് ഉണ്ട് പെങ്ങൾക്ക്. അപ്പോൾ അവരുകൂടിയും വെള്ളം കണ്ടപ്പോൾ ചാടി പുറപ്പെട്ടു. മാറാൻ പറഞ്ഞാലും അവർക്ക് മാറില്ല, കാരണം അവർക്ക് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമോ. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കരയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ. കണ്ടോ, ഇടയ്ക്ക് മാറാൻ പറയുമ്പോൾ ഉള്ള മുഖഭാവമാണ് കാണുന്നത്. എങ്കിലും മണ്ണാർക്കണ്ണന് തന്നാലായി എന്ന് പറഞ്ഞ പോലെ തന്നെ അവരും കൂടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. കാരണം കൂടെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു സാന്നിധ്യം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു കാലത്ത് വളരെ ആക്റ്റീവായി നിന്ന ഒരു മീൻ ടാങ്കുകളാണ് ഇതൊക്കെ. എൻ്റെ ബ്രീഡിംഗ് റൂമായിരുന്നു. ദേവടത്തിന് എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അതേ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ സജഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പുറകിലുള്ള സ്റ്റിക്കറുകളൊക്കെ പോയിരിക്കുകയാണ്, അതൊക്കെ ഒട്ടിക്കുകയാണ്. വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയതിൻ്റെ സന്തോഷം ചെറുതൊന്നുമല്ല അവർക്ക്. ഇനിയിപ്പോൾ അപ്പുറത്തൊരു ടാങ്ക് കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ റീചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇടയ്ക്ക് ടാങ്കിൻ്റെ അടിയിൽ അക്കോടത്തിൻ്റെ അടിയിൽ മിസ്സായി പോയ സ്പോഞ്ച് കഷ്ണങ്ങളൊക്കെ ദ്രവിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാങ്കിനടിയിൽ വെക്കാനുള്ള ഇത് സെറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഒരു ദിവസത്തെ വർക്കല്ല കേട്ടോ. ഇപ്പം ഞങ്ങളിപ്പോൾ ഓൾറെഡി സെറ്റാക്കി. ഇപ്പോൾ അതിലേക്ക് വെള്ളം നിറച്ച് തുടങ്ങി. സ്റ്റിക്കറുകളൊക്കെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഇപ്പോഴത്തെ ടാങ്കിൻ്റെ ലുക്ക്. ഇനി ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം മീനിട്ടതിന് ശേഷമുള്ള ലുക്കുകളൊക്കെ ഉടനെ കാണിക്കുകയാണ്. ഇത് തന്നെ കാണിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും മുഴുവൻ കാണുക. ഇപ്പം നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാലോ, വെള്ളം നിറച്ച ഉടനടി അന്ന് തന്നെ മീനിടാൻ പാടില്ല. ഇപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഓക്സിജൻ ഇതൊക്കെ ആകെ കട്ടായി കിടക്കുകയാണ്. അപ്പം നമുക്ക് എയറേഷനുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ കുഞ്ഞു ചെക്കൻ അവനും അണ്ണാർക്കണ്ണൻ തന്നതായതുപോലെ വീണ്ടും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മാറാൻ പറഞ്ഞാലും അവൻ മാറില്ല. അവനത് അങ്ങനെയാണ്. കൂട്ടത്തിൽ ഒരുത്തനോടി ഉണ്ട് കേട്ടോ. അവനവിടെ അപ്പുറത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനും എന്തെങ്കിലുമൊക്കെ പണി വേണമെന്ന് പറഞ്ഞിട്ട് അവനും പിന്നാലെ നടക്കുകയാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഓരോന്നിങ്ങനെ കെട്ടി വെക്കുകയാണ്. ഓക്കെ, എന്തായാലും ചെറിയ ഹെൽപ്പാണ്. കാരണം കൈകൊണ്ട് അവർ പിടിച്ചു തരുന്നതാണെങ്കിൽ പോലും നമുക്ക് ചെറിയ ഹെൽപ്പാണ്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ടാങ്കിൻ്റെ ഏകദേശം വെള്ളമൊക്കെ നിറച്ചുള്ളൊരു സെറ്റപ്പ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ അതിൻ്റെ ഓക്സിജൻ്റെ കൺട്രോൾ വാൽവ് ആണ്. ഇതൊക്കെ പഴയതും കേടായിപ്പോയി. കാരണം 3-4 കൊല്ലമായി ഇത് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ഇപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി ഫിൽറ്ററുകളൊക്കെ വീണ്ടും അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി നമുക്കിത് താഴെ കുറച്ച് വേസ്റ്റ് കൂടിയും അവസാനമായിട്ടുണ്ട്. അതുകൂടിയും തൂത്ത് വൃത്തിയാക്കണം. ഇതിപ്പോൾ എയറേഷൻ നമ്മൾ കൊടുത്തു ടാങ്കിന്. ഇനി എയറേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് മീനിടണം. എന്തായാലും ഇവരെല്ലാവരും കൂടി ഉള്ളപ്പോൾ എനിക്കും ഒരു പോസിറ്റീവ് എനർജി ആയി. എനിക്കും കുറച്ച് മടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ മടീനെ ഇവരുടെ കൂടെ കൂടിയപ്പോൾ അതങ്ങോട്ട് മറന്നു. അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. ആകെ നാശമായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ പരമാവധി റെഡിയാക്കി വെച്ച് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മീനൊക്കെ ഇട്ടു കേട്ടോ. ഇനി ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇതിങ്ങനെയായിരുന്നല്ലോ ആദ്യത്തെ വീഡിയോയിൽ. ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. മീനുകളൊക്കെ എല്ലാ ടാങ്കിലും ആയിട്ടില്ല. കുറച്ച് ടാങ്കുകളൊക്കെ മീനുകളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഗപ്പികളാണ് കൂടുതലും. ഇപ്പം ഞാൻ അവർക്കിങ്ങനെ തീറ്റിയിട്ട് കൊടുക്കുകയാണ്. ഇത് എല്ലാം ഒരു ദിവസം കൊണ്ടല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ചെയ്ത് 2-3 ദിവസം എടുത്തു. അതിന് മാത്രം പണികളുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഡാർക്ക് ബ്ലൂ ഗപ്പികളാണ്. എല്ലാം ആക്റ്റീവായി നിൽക്കുന്നു. പ്ലാന്റൊക്കെ വെച്ച്. ഇത് നമ്മുടെ കോയി ആണ്, സിൽവർ കോയി ടൈപ്പാണ്. അതുകൊണ്ട് അപ്പം ഞാനിപ്പോൾ ആണുങ്ങളെ മാത്രമേ പിടിച്ചിട്ടിട്ടുള്ളൂ. ഇനി പെണ്ണുങ്ങളെ പിടിച്ചിടണം.
ഇതല്ലാണ്ട് നമുക്ക് മുകളിൽ വേറെ ഒരു ഗപ്പി ഫാം ഉണ്ട് കേട്ടോ. അതിൽ നിന്നാണ് ഇവിടേക്ക് മാറ്റുന്നത്. അത് പ്ലാറ്റിനം റെഡ് ആണ്, ഇത് ചില്ലി റെഡ് ആണ്. അപ്പം മുകളിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു ഇതുപോലെ ഇങ്ങോട്ട് താഴേക്ക് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം സെയിലിന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ കയ്യിൽ ബ്രീഡായ ഒരു കുറച്ചുണ്ടായുള്ളൂ. ഫൈറ്റർ ഫിഷുകളാണ്, ബീറ്റ ഫിഷുകൾ കുറച്ചുണ്ടായുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ചില്ലി റെഡിൻ്റെ ആണുങ്ങളാണ്. ഓക്കെ, അവർ പുതിയ ടാങ്കിൽ വന്നതിൻ്റെ ഒരു പരിഭ്രമം അവർക്കുണ്ട്. കണ്ടതാണ് മൊത്തത്തിൽ ടാങ്കിൻ്റെ ഒരു അപ്പിയറൻസ്. പെയിൻ്റൊക്കെ അടിക്കണമെന്നുണ്ടായിരുന്നു, അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് നടക്കില്ല.